Hi friends, Assalamu alaikum. Bismi channellote എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു നേന്ത്രപ്പഴവും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് തയ്യാറാക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും 4 മണി ചായക്കും ഡിന്നറും ആയിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഏത് സമയത്തും കഴിക്കാം. അപ്പോൾ അതിനായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതേപോലെ കറുത്ത് പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പഴമൊക്കെ ഉണ്ടെങ്കിൽ കളയണ്ട, ഇതേപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ പഴം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് പെട്ടെന്ന് നമുക്കൊരു കടിയൊക്കെ തയ്യാറാക്കണമെങ്കിൽ നേരത്തെ മാവുകളൊന്നും റെഡിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പഞ്ചസാര വേണ്ട, പഴത്തിൻ്റെ മധുരം മതിയെങ്കിൽ അത്രയും മതി. പിന്നെ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. അത്യാവശ്യം നല്ലൊരു കുറുകിയ ഒരു കൺസിസ്റ്റൻസിയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ഇതൊന്ന് അരക്കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് കറക്കിയെടുത്തിട്ട് ഇനിയും വേണ്ടി വരും. അപ്പോൾ ഒന്ന് ആദ്യം ഇത് ഇത്രയും വെള്ളം ചേർത്തൊന്ന് കറക്കിയതിന് ശേഷം വീണ്ടും ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കറക്കിയെടുക്കുന്ന സമയത്ത് ഈ ഒരു പരുവത്തിലാണ്. അപ്പോൾ നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കറക്കിയെടുക്കാം. മൊത്തം ഇതിലേക്ക് എനിക്ക് 1.25 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത്. ആദ്യം അരക്കപ്പും പിന്നീട് 1/4 കപ്പും 250 ml കപ്പിൽ തന്നെ. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതൊരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്, കണ്ടോ. ഈ ഒരു പരുവത്തിലാണ് മാവ് ഉണ്ടാവുക. അപ്പോൾ നമ്മളെടുക്കുന്ന ഗോതമ്പ് പൊടി വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിന് ചെറിയൊരു വ്യത്യാസമൊക്കെ വരികയാണെങ്കിൽ അല്പം വെള്ളത്തിൻ്റെ അളവിന് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരും, അത് കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട്, ഒരു ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബേക്കിംഗ് പൗഡർ കയ്യിലില്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഇത് ഒന്ന് പെട്ടെന്നൊന്ന് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ബേക്കിംഗ് പൗഡറോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ടും വേണ്ടെങ്കിൽ 2 സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാലും നല്ല ടേസ്റ്റിയാണ്. ഇത് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി മാത്രമാണ് ഇതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് രണ്ടും കൂടി മാവിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും ബേക്കിംഗ് പൗഡറും ഈ മാവിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു പരുവത്തിലാണ്, കേട്ടോ. ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ സമയത്തൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ഒരല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ എടുത്തിട്ടുള്ളത്, ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഓയിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. ഇങ്ങനെ നമ്മളിത് മാവ് ഒരു തവി കോരി ഒഴിച്ചതിന് ശേഷം ഒരു 10-20 സെക്കൻഡ് കഴിയുമ്പോൾ ഒരു ചെറുതായിട്ടൊരു ഹോൾസൊക്കെ വരും. ആ സമയത്ത് നമുക്കൊന്ന് അടച്ചു കൊടുക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് മറിച്ചിട്ടിട്ട് വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് ഒന്ന് മറിച്ചിട്ടിട്ടാണ് റെഡിയാക്കുന്നത്. മറിച്ചിടാതെയും ഇങ്ങനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ആ പുറം ഭാഗമൊന്നും മൊരിഞ്ഞിട്ടുണ്ടാവില്ല, അങ്ങനെ തന്നെ ആ ഹോൾസോട് കൂടിക്ക് ഉണ്ടാവും. അപ്പോഴും കുഴപ്പമൊന്നുമില്ല. ഞാനൊന്ന് മൊരിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് പെട്ടെന്ന് മാവൊന്നും കയ്യിൽ അരച്ച് വെച്ചതൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. കറികളൊന്നും വേണ്ട. ഒരു ചായയോടൊപ്പമൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ ഹെൽത്തി ആയിട്ടും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.